എല്ലാവർക്കും എസ് ബി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാളംകുടം പഴം വെച്ചിട്ട് ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ തൊലികളൊക്കെ പൊളിച്ചിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കണം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം പഴത്തിൻ്റെ മുകളിൽ നിൽക്കണ മാതിരി എല്ലാം നല്ല മുങ്ങി നിൽക്കണം. ഈ 2 വിസിൽ വരുമ്പോൾ നമുക്കിത് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ പഴമൊക്കെ വെന്തിട്ടുണ്ട്, നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കാം. പഴമൊക്കെ നല്ലപോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്, നമുക്കിത് ഉടച്ചെടുക്കാം. പഴമൊക്കെ നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. തവി വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതൊരു കയ്യിൽ കൊണ്ട് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് അരിച്ചെടുക്കുന്നത്. ചണ്ടിയൊക്കെ നമുക്ക് കളയാനുള്ളതാണ്. ജ്യൂസൊക്കെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളയാം, ആവശ്യമില്ല. നമ്മൾ ജ്യൂസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 10 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ബൗള് പഞ്ചസാര നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നല്ലപോലെ തിളച്ച് നല്ലൊന്ന് വറ്റി നൂല് പരുവത്തിലായി വരണം. നമ്മുടെ ജ്യൂസൊക്കെ നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട്. നല്ല വെട്ടി തിളച്ച് പോകുന്നത് നല്ലപോലെ നമ്മൾ നോക്കി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു പുളിരസം കിട്ടാനും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലപോലെ തിളച്ച് നല്ല കുമ്പളകളായി വന്നിട്ടുണ്ട്. തിളച്ച് താഴെ പോവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. നമ്മുടെ ജാം ഒരുവിധ ലെവലായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തീ കുറച്ചിട്ട് ഇതിലുള്ള കറുകപ്പട്ടൊക്കെ എടുത്ത് മാറ്റാം, അല്ല കറുകപ്പൂവൊക്കെ എടുത്ത് മാറ്റണം. അപ്പം അതൊന്ന് തിന്നുന്നതിന് വേണ്ടിയാണ് തീ കുറച്ച് വെക്കുന്നത്. ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഇതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇടുന്നതാണ്. കറുകപ്പൂവൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേ ലൂസിൽ ഇരുന്നാൽ മതി. ഇതിന് തണുപ്പാവുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. ഇപ്പം തന്നെ നല്ല കുറുക്കിയെടുത്താൽ കട്ടി കൂടും. അപ്പോൾ ബ്രെഡിലും അപ്പത്തിലൊന്നും തേക്കാൻ പറ്റില്ല. ജാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ജാമൊക്കെ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ്. ഇനി ചൂടാറുമ്പോൾ നല്ലപോലെ കട്ടിയാവും. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജാം ഇതിലേക്ക് തേച്ച് കൊടുക്കാം. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതും നല്ല കെമിക്കലൊന്നും കൂട്ടാതെ വീട്ടിലുണ്ടാക്കുന്ന ജാമായതുകൊണ്ട് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.